ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. പനയപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ RTO കൊച്ചി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തി. യാത്രക്കാർക്ക് സമാധാനം നിലനിർത്തുക, യാത്രക്കാർക്ക് സേവനം നിലനിർത്തുക. ബസ്സുകളുടെ മത്സരയോട്ടവും മദ്യത്തിനും മയക്കുമരുന്നിനും ഉപയോഗിക്കുന്ന ബസ് ഡ്രൈവർമാരെ കണ്ടെത്തി ഉടനെ പിരിച്ചുവിടുക. കണ്ടക്ടറും ബസ് ഡ്രൈവറും യൂണിഫോം ബാഡ്ജ് നിർബന്ധമാക്കുക. കൃത്യമായി സ്റ്റോപ്പിൽ ബസ് നിർത്തുക. സ്കൂൾ വിദ്യാർത്ഥികളെ കയറ്റാത്ത ബസ്സുകൾക്കെതിരെ കർശന നിയമ നടപടികൾ സ്വീകരിക്കുക. രാഷ്ട്രീയ പ്രതിനിധികൾ, ട്രേഡ് യൂണിയൻ നേതാക്കളെയും പോലീസ് ഉദ്യോഗസ്ഥർ, ബസ് ഉടമകൾ തുടങ്ങിയവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് MVD വിപുലമായി യോഗം വിളിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രതിഷേധ പ്രകടനം നടത്തിയത്. KPCC സെക്രട്ടറി തമ്പി സുബ്രഹ്മണ്യം ഉദ്ഘാടനം നിർവഹിച്ചു. പശ്ചിമ കൊച്ചിയിലെ ബസ്സുകളുടെ മത്സരഓട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് MDMAയും മയക്കുമരുന്നും ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ ഒരുപാട് ഡ്രൈവർമാർ വാഹനം നിയന്ത്രിക്കുന്ന തരത്തിലേക്ക് അലക്ഷ്യമായ രീതിയിൽ മുന്നോട്ട് പോയി നിരവധി വ്യക്തിത്വങ്ങൾ മരണപ്പെടുന്ന സാഹചര്യം അടുത്ത കാലത്ത് രൂപപ്പെട്ടു. കഴിഞ്ഞ ദിവസം ജോസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ BOT പാലത്തിന്റെ മുമ്പിൽ വെച്ച് ഇരുചക്ര വാഹനത്തിൽ വരുമ്പോ കണ്ടെയ്നർ ലോറി ഓവർടേക്ക് ചെയ്ത് വന്ന് ബസ്സിടിച്ച് ആ ചെറുപ്പക്കാരനെ തെറിപ്പിച്ച് ആ ഡ്രൈവർ വാഹനത്തിൽ നിന്ന് ഇറങ്ങിക്കൂടി. ഇതുവരെയായിട്ടും ആ ഡ്രൈവറെ പിടികൂടുവാനുള്ള മണ്ഡലം പ്രസിഡന്റ് TM റിഫാസ് അധ്യക്ഷത വഹിച്ചു. തീർച്ചയായും അത്തരം ബസ് യാത്ര നടത്തുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ സുരക്ഷ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുകയാണ്. തീർച്ചയായും നമുക്കിവിടെ പറയാനുള്ളത് RTO ഓഫീസറോടാണ്. കാരണം നമുക്ക് ഇതിനകത്ത് കാണിച്ചിട്ടുള്ള 6-7 വിഷയങ്ങളാണ് നമ്മളിവിടെ സൂചിപ്പിച്ചിട്ടുള്ളത്. നമുക്കറിയാം ഈ ബസ് ഡ്രൈവർമാരുടെ അനാസ്ഥയും അതുപോലെ തന്നെ മയക്കുമരുന്നും കള്ളും ഉപയോഗിച്ച് വണ്ടികൾ ഓടിക്കുമ്പോൾ വിഷമകരമായ കാഴ്ചകളാണ് നമ്മൾ റോഡിലൂടെ കാണുന്നത്. ഒരുപാട് അപകടങ്ങൾ, അതുപോലെ തന്നെ ടൂ വീലർ ഓടിക്കുന്നവരുടെ ഭയപ്പാടോടുകൂടിയാണ് ഇന്ന് ബസ്സിന്റെ അടുത്ത് കൂടി പോകാനായിട്ടുള്ള ഒരു ഭയപ്പാട് ടൂ വീലർ ഓടിക്കുന്നവർക്കുള്ളത്. ബ്ലോക്ക് ഭാരവാഹികളായ അസീം ഹംസ, ഷമീർ വളവത്ത്, അഫ്സൽ അലി, പുഷ്പ റോഷൻ, അൻസാരി കളരിക്കൽ, K ഉമൈദ്, ലൈല കബീർ, MA ജോസി, സുഹൈബ്, PK നൌഷാദ്, ബ്രയാൻ ആൻഡ്രൂസ്, TA ഖലീൽ, നവാബ്, ഷാഹിൻ ഐന, PE അക്സർ, PM നാസർ, യാസിൻ എന്നിവർ പ്രതിഷേധത്തിൽ നേതൃത്വം നൽകി. ദീർഘദൂര സർവീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ കഞ്ചാവും മയക്കുമരുന്ന് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരായ ഒരു സംഘം അങ്ങനെ ഒരു സംഘം അവരായി ബന്ധപ്പെട്ടുകൊണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ബസ്സിടിച്ച് ഡ്രൈവർ അറസ്റ്റ് ചെയ്തിട്ടില്ല. അതിനു മുമ്പ് എടക്കൊച്ചി സ്വദേശിയുടെ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബസ്സിടിച്ചിട്ടിട്ട് പോയിട്ട് ഡ്രൈവർ മുങ്ങി. കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഡ്രൈവറെ കെട്ടി സ്റ്റേഷൻ പേര് കെട്ടി ഡ്രൈവർ പോയി. ഇതിനകത്ത് സെക്ഷനിൽ വരുന്നുള്ളൂ. നമ്മൾ ഈ മയക്കുമരുന്ന് കഞ്ചാവ് ഉപയോഗിക്കുന്ന ഡ്രൈവർ ഇപ്പൊ ബസ് ലീസിന് കൊടുക്കുന്ന ഒരു പരിപാടിയും കൂടി തുടങ്ങിയിട്ടുണ്ട്. ബസ് ലീസിന് കൊടുത്തിട്ട്. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.